ഈ കടക്കാർക്ക് പോലും അറിയില്ല ഇതെങ്ങനെ ചെയ്യേണ്ട രീതികളും അതുപോലത്തെ അപ്ലൈ കാര്യങ്ങളൊന്നും അറിയില്ല. സുജിത്ത് ഡാംഷൂറിൽ വരുന്നതിന് മുൻപ് എന്ത് വർക്കായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്? മുന്നേ വാട്ടർ പ്രൂഫിങ് ആപ്ലിക്കേറ്റർ ആയിരുന്നു. ഒരാളെ കൂടെ അങ്ങനെ പോകുമായിരുന്നു. പിന്നെയാണ് നമ്മൾ ഈ ഡാംഷൂറിൻ്റെ ഇതിൽ ഓൺലൈനിലും പിന്നെ അതുപോലെ തന്നെ ഒരുപാട് ആളുകൾ ചെയ്യുന്നത് കേട്ടു. അങ്ങനെയാണ് ഞാൻ ഇതിലേക്ക് എത്തിപ്പെടുന്നത്. പിന്നെ നമുക്ക് ഇതിൻ്റെ ട്രെയിനിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് പ്രോപ്പറായിട്ട് കിട്ടിയിരുന്നു. പിന്നെ അതിൻ്റെ ശേഷം നമുക്ക് ഒരുപാട് വർക്കുകളും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മളങ്ങനെ ചെയ്തു പോയി. പിന്നെ വെച്ചാൽ വേറൊരു കാര്യം പറയേണ്ടത് വെച്ചാൽ ഈ കമ്പനികൾ ഒരുപാടുണ്ടല്ലോ. മറ്റുള്ള കമ്പനീനെ വെച്ച് നോക്കുമ്പോൾ ഡാംഷൂർ പ്രോപ്പറായിട്ട് ഫ്രാഞ്ചൈസിങ് കാര്യങ്ങളൊക്കെയാണ് അങ്ങനെയൊക്കെയാണ് വർക്കുകൾ ചെയ്യുന്നത്. മറ്റേ വെച്ചാൽ നമ്മൾ ഒരുപാട് പ്രോഡക്റ്റ് മുന്നേ ചെയ്തിരുന്നു. അവരെ വെച്ചാൽ എല്ലാ കടകളിലും മെറ്റീരിയൽ കിട്ടുന്നുണ്ട്, പക്ഷെ ഈ കടക്കാർക്ക് പോലും അറിയില്ല ഇതെങ്ങനെ ചെയ്യേണ്ട രീതികളും അതുപോലത്തെ അപ്ലൈ കാര്യങ്ങളൊന്നും അറിയില്ല. നമ്മൾ ഡാംഷൂർ വെച്ച് നോക്കുമ്പോൾ നമുക്ക് എല്ലാ കാര്യങ്ങളും ഇപ്പം ഫ്രാഞ്ചൈസി പോയി കഴിഞ്ഞാൽ തന്നെ അവർ പറഞ്ഞു തരുന്നുണ്ട്. അപ്പോൾ അങ്ങനെയാണ് നമുക്ക് ഫ്രാഞ്ചൈസി എടുക്കാൻ തന്നെ നമുക്ക് കാരണം. ഇതിപ്പോൾ നമ്മുടെ ഫ്രാഞ്ചൈസി ഓണറാണ്. ഇപ്പോൾ നിലവിൽ കമ്പനിയിൽ നിന്ന് എന്തൊക്കെ സപ്പോർട്ടുകളാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്? നമുക്ക് സെയിൽസിന് നല്ല സപ്പോർട്ടിങ് ആണ്, മാർക്കറ്റിംഗ് അതുപോലെ തന്നെ. പിന്നെ അതുപോലെ തന്നെ സർവീസും നമുക്ക് ഇനിയിപ്പോൾ സൈറ്റ് വിസിറ്റ് ചെയ്തിട്ട് നമുക്ക് എന്തെങ്കിലും ടെക്നിക്കൽ ഇഷ്യൂ കാര്യങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ കമ്പനി നല്ല അടിപൊളിയായിട്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. നമുക്ക് ഇതിൽ എടുത്തു പറയേണ്ടുന്ന ഒരു കാര്യം വെച്ചാൽ നമുക്ക് ഓൾ ഇന്ത്യ ഡെലിവറി പെട്ടെന്ന് ചെയ്തു തരുന്നുണ്ട് ഡാംഷൂർ. അതൊരു വലിയ കാര്യമാണ്. നമുക്ക് ഇന്ത്യയിൽ എവിടെ പോയാലും കേരളത്തിന് അതിന് സ്പീഡിൽ നമുക്ക് സാധനം കിട്ടുന്നുണ്ട്, പക്ഷേ ഓൾ ഇന്ത്യയിൽ നമുക്ക് സാധനം കിട്ടുന്നുണ്ട്. അതൊരു വലിയ കാര്യം. പിന്നെ ഇതിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം വെച്ചാൽ നമ്മളെ ചെയർമാൻ്റെ കാര്യമാണ്. റാഫി സാറ് മൂപ്പര് ഒരു അടിപൊളി മനുഷ്യനാട്ടോ. കാരണം വെച്ചാൽ അത്രയും സപ്പോർട്ടാണ് നമുക്ക്. കാരണം ഇത്രയും വലിയൊരു കമ്പനീൻ്റെ ഒരു ഓണർ നമ്മളെ അങ്ങനെ സപ്പോർട്ട് ചെയ്യുന്ന പറഞ്ഞാൽ വേറെ ലെവല്. ഓക്കെ, സുജിത്ത് പറഞ്ഞു കരിയർ സ്റ്റാർട്ട് ചെയ്തത് ഒരു ആപ്ലിക്കേറ്റർ ആയിട്ടാണെന്ന്. അതിൽ നിന്നൊരു ഫ്രാഞ്ചൈസി ഓണറിലേക്കുള്ള ചേഞ്ചസ് എന്തൊക്കെയായിരുന്നു? അതുപോലെ തന്നെ മുൻപ് ആപ്ലിക്കേറ്റർ ആയപ്പോഴുള്ള ചലഞ്ചസ് എന്തൊക്കെയായിരുന്നു ഫേസ് ചെയ്തത്? അത് മുന്നേ ആപ്ലിക്കേറ്ററായി നിൽക്കുന്ന സമയത്ത് ചലഞ്ചസ് ഒരുപാടുണ്ട് നമുക്ക്. കാരണം നമ്മളൊരു വർക്ക് പോയി ക്ലയൻറ്റിൻ്റെ അടുത്ത് വർക്ക് പോയി നോക്കുമ്പോൾ നമുക്കൊരു അഡ്രസ്സ് ഇല്ല, പ്രോപ്പറായിട്ടുള്ള ഒരു അഡ്രസ്സ് ഇല്ലാത്തതുകൊണ്ടാണ് വർക്ക് കിട്ടാനൊക്കെ പ്രയാസം ഉണ്ടായിരുന്നു. ഫ്രാഞ്ചൈസിലോട്ട് മാറിയപ്പോഴുള്ള ഗുണം എന്ന് വെച്ചാൽ നമുക്ക് ഒരുപാട് വർക്ക് ഇങ്ങോട്ട് വന്ന് നമുക്ക് വർക്ക് തരുന്ന ഒരു രീതിയായി. പിന്നെ പോരാത്ത നമുക്ക് പ്രൊഡക്റ്റിൻ്റെ വാറണ്ടി കാര്യങ്ങളെല്ലാം നമുക്ക് കമ്പനി തന്നെ സെറ്റാക്കി തരുന്നുണ്ട്. 10 വർഷം പ്രൊഡക്റ്റിൻ്റെ വാറണ്ടി തന്നെ കമ്പനി നമുക്ക് ചെയ്യുന്നുണ്ട്. ആപ്ലിക്കേറ്റർ ആകുമ്പോൾ നമുക്ക് അങ്ങനെ വാറണ്ടി കാര്യങ്ങളൊന്നും കൊടുക്കുന്നില്ല. അപ്പോൾ ഫ്രാഞ്ചൈസി ആകുമ്പോൾ നമുക്ക് അങ്ങനെ ഒരു ഗുണം വരുന്നുണ്ട്. കഴിഞ്ഞ ആനുവൽ മീറ്റിൽ സ്പെഷ്യൽ റെക്കഗ്നിഷൻ അവാർഡ് കിട്ടി. അത് എക്സ്പെക്റ്റഡ് ആയിരുന്നു? എന്തായിരുന്നു അതിൻ്റെ ഒരു ഫീൽ? ഇല്ല, ചെയ്തില്ലായിരുന്നു, എക്സ്പെക്ട് ചെയ്തില്ലായിരുന്നു. പക്ഷേ നമ്മളെ ഹാർഡ് വർക്ക് കൊണ്ടാണ് നമുക്ക് കിട്ടിയെന്നുള്ളൊരു സന്തോഷമാണ്. പിന്നെ കമ്പനീൻ്റെ ഒരു സപ്പോർട്ട് ഉണ്ടായിരുന്നു, നല്ല അടിപൊളിയായിട്ട് നല്ല കമ്പനി സപ്പോർട്ട് ചെയ്തത്. അതുകൊണ്ടാണ് അതും കൂടി ഇതിൽ പറയുന്നല്ലോ. നമ്മളെ ഹാർഡ് വർക്ക് മാത്രമല്ല കമ്പനീൻ്റെ ഒരു സപ്പോർട്ടും കൂടി ഉണ്ടാകേണ്ട നമുക്ക് കിട്ടാൻ കാരണം ഒരുപാട് സന്തോഷം. സുജിത്ത് ഒരു സക്സസ്ഫുൾ ഫ്രാഞ്ചൈസി ഓണർ എന്നുള്ള നിലയ്ക്ക് ഇനി വരാൻ പോകുന്ന ഫ്രാഞ്ചൈസികൾക്കുള്ള ഒരു അഡ്വൈസ് എന്താണ് പറയാൻ? പുതിയ വരുന്ന ഫ്രാഞ്ചൈസികളാണ് ധൈര്യമായിട്ട് എടുത്തോളി, കണ്ണും പൂട്ടിയെടുത്തോളി, ഒരു പേടിയും മേടിക്കണ്ട. Damsure, expert bill care.